നമസ്കാരം. ലൈവ് അറ്റ് 6 ആരംഭിക്കുകയാണ്. തലക്കെട്ടുകൾ. ശബരിമല യുവതീ പ്രവേശനത്തെക്കുറിച്ച് മിണ്ടാതെ സർക്കാർ സത്യവാങ്മൂലം. മതകാര്യങ്ങൾ പണ്ഡിതർ തീരുമാനിക്കുന്നതാണ് ഉചിതം. ആരെയും വിലക്കരുതുന്ന പരാമർശം ഇല്ലാതെ സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം നൽകി. വാദം തുടങ്ങുക ഏപ്രിൽ 7-ന്. ക്രൈസ്തവ ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ ബിഷപ്പുമാരും അച്ഛന്മാരും അതുപോലെ ഇസ്ലാം ജനവിഭാഗത്തിൻ്റെ കാര്യങ്ങൾ പരിഹരിക്കുവാൻ അതുപോലെ ആ സമൂഹത്തിലുള്ള നേതാക്കന്മാരുമൊക്കെ ശ്രമിക്കുമ്പോൾ ഈ പിന്നോക്ക ജനവിഭാഗങ്ങളുടെ കാര്യങ്ങൾ പറയുവാൻ ആരുമില്ലാത്ത ഒരു പരിതസ്ഥിതിയാണ് എന്ന് എല്ലാവരും ഒരുപോലെ പറയുകയുണ്ടായി. സ്ഥാനാർത്ഥി നിർണയത്തിൽ മുന്നണികളെ സമ്മർദ്ദത്തിലാക്കി ശിവഗിരി മഠം. പിന്നാക്ക വിഭാഗങ്ങൾക്ക് പ്രാതിനിധ്യം നൽകണമെന്നാവശ്യപ്പെട്ട് അസാധാരണ വാർത്താ സമ്മേളനം. 18 സീറ്റുകളിൽ മഠം നിർദ്ദേശിച്ചവരെ മത്സരിപ്പിക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് നേരിട്ട് ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ UDF-നെ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്യുമെന്ന് മുന്നറിയിപ്പ്. 3 മുന്നണികളും പിന്നാക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നുവെന്ന് സ്വാമി സച്ചിദാനന്ദ. വെള്ളാപ്പള്ളി നടേശനെതിരെ തുറന്നടിച്ച് ശിവഗിരി മഠം. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് പുറത്താക്കിയത് ആശ്വാസകരമെന്ന് സ്വാമി സച്ചിദാനന്ദ. വെള്ളാപ്പള്ളിയുടെ നിലപാടുകൾ ഗുരുദേവ ദർശനങ്ങൾക്കെതിരെ. SNDP യൂണിയനെ നയിച്ചവരാരും ജാതി പറയുകയോ ഇതര സമുദായങ്ങളെ ആക്ഷേപിക്കുകയോ ചെയ്യുന്നവരായിരുന്നില്ലെന്നും മഠം പ്രസിഡന്റ്. രാജ്യത്ത് പാചകവാതക പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. 40,000 ടൺ LPG-യുമായി 2 കപ്പലുകൾ കൂടി ഇന്ത്യൻ തീരത്തേക്ക്. ഹോർമുസ് കടലിടുക്കിൽ യാത്രാനുമതി നൽകി ഇറാൻ. LPG ക്ഷാമത്തിൽ ആശങ്ക വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഇറാന്റെ എണ്ണ സംഭരണ കേന്ദ്രമായ ഖാർഗിൽ ആക്രമണം നടത്തി അമേരിക്ക. സൈനിക കേന്ദ്രത്തെയാണ് ലക്ഷ്യമിട്ടതെന്ന് അവകാശവാദം. എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചാൽ അമേരിക്കൻ സംവിധാനങ്ങളെ ചാരമാക്കുമെന്ന് ഇറാൻ. മുസ്തഫ ഖമേനിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 93 കോടി പാരിതോഷികം പ്രഖ്യാപിച്ച് അമേരിക്ക. കോൺഗ്രസിന് കീറാമുട്ടിയായി സ്ഥാനാർത്ഥി നിർണയം. തിരുവനന്തപുരം കിട്ടണമെന്ന കടുത്ത നിലപാടിൽ VS ശിവകുമാർ. കോന്നിയിൽ അടൂർ പ്രകാശനായി പോസ്റ്റർ. ഹൈക്കമാൻഡിനും വഴങ്ങാതെ K സുധാകരൻ. രമ്യ ഹരിദാസിനെ ചിറയൻകീഴിൽ മത്സരിപ്പിക്കുന്നതിനെതിരെ ദളിത് കോൺഗ്രസ്. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി NDA-യിലും തർക്കം. BJP-യുടെ ഏകപക്ഷീയ നിലപാടിനെതിരെ ഘടകകക്ഷികൾ രംഗത്ത്. ചർച്ച വേണമെന്നാവശ്യപ്പെട്ട് രാജീവ് ചന്ദ്രശേഖറിന് കത്ത് നൽകി. G സുധാകരനെതിരെ ആലപ്പുഴയിൽ CPM പ്രതിഷേധം. VS-ന്റെ മുന്നിൽ നിന്ന് വീടിന് മുന്നിൽ നിന്ന് ബഹുജന മാർച്ച്. വർഗവഞ്ചകനെന്ന് ബാനർ. തമിഴ് കവി R വൈരമുത്തുവിന് ജ്ഞാനപീഠം. 11 ലക്ഷം രൂപയും വാഗ്ദേവതാ ശില്പവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം. 2002 ശേഷം തമിഴ് ഭാഷയ്ക്ക് ജ്ഞാനപീഠം ലഭിക്കുന്നത് ആദ്യം. പ്രതിഷേധവുമായി വൈരമുത്തുവിനെതിരെ ലൈംഗികാരോപണം ഉന്നയിച്ച ഗായിക ചിന്മയി. സർക്കാരിൻ്റേത് നാണം കെട്ട നടപടിയെന്ന് വിമർശനം. കൊല്ലം കരുനാഗപ്പള്ളിയിൽ നടു റോഡിൽ അരും കൊല. ഗുണ്ടാ നേതാവിനെ വെട്ടിക്കൊന്നു. കൊല്ലപ്പെട്ടത് ജിം സന്തോഷ് വധക്കേസ് പ്രതി അലുവ അതുൽ. കാറിടിച്ച് വീഴ്ത്തിയ ശേഷം കൊല നടത്തിയ 4 അംഗ സംഘത്തെ തിരിച്ചറിഞ്ഞു. MR അജിത് കുമാറിന് ബെബ്കോ CMD ആയി നിയമനം. പുതിയ ചുമതല നൽകിയത് എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്ന് നീക്കിയതിന് പിന്നാലെ ഹർഷിത അട്ടല്ലൂരിയെ ട്രാഫിക്കിലേക്ക് മാറ്റി. തിങ്കളാഴ്ച മുതൽ ബെബ്കോയിൽ നോട്ട് വാങ്ങില്ല. മദ്യം വാങ്ങാൻ ക്യാഷ്ലെസ് പേയ്മെന്റ് മാത്രം. നിയന്ത്രണം പ്രീമിയം കൗണ്ടറുകളിൽ. മകളെ വിട്ടുകിട്ടാൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രിയെ സമീപിച്ച് മൊണാലിസയുടെ പിതാവ്. മകളെ മതം മാറ്റാനായി തട്ടിയെടുത്തതാണെന്ന് പിതാവ് ജയ്സിംഗ് ഭോസ്ലെ. മൊണാലിസയെ മടക്കിക്കൊണ്ടുവരാൻ സഹായിക്കുമെന്ന് ഹിന്ദു ജാഗരൺ മഞ്ച് നേതാക്കൾ.
വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിൽ ആചാര സംരക്ഷണത്തെ അനുകൂലിച്ച് സർക്കാർ ഇന്ന് സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം നൽകി. കേസിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികൾക്കും രേഖാമൂലമുള്ള വാദങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. ഏപ്രിൽ 7-ന് വിശദമായ വാദം തുടങ്ങും. കിരൺ ബാബു വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, ശരിക്കും പ്രതീക്ഷിച്ചിരുന്നത് ഒരു കൃത്യമായ നിലപാട് ഈ വിഷയത്തിൽ സർക്കാർ വ്യക്തമാക്കും എന്നായിരുന്നു. അത്തരത്തിലുള്ള സൂചനകളൊക്കെ വിശ്വാസികൾക്കൊപ്പം എന്ന തരത്തിലുള്ള സൂചനകളൊക്കെ CPM നേതാക്കൾ തന്നെ നൽകിയിരുന്നു. ഇപ്പോൾ എന്താണ് സംഭവിച്ചത്? എന്താണ് മറുപടി സർക്കാരിൻ്റെ? രഞ്ജിത്തെ, വളരെ ചുരുക്കി പറഞ്ഞാൽ അന്ന് നവോത്ഥാനം, ഇന്ന് ആചാരം. അതാണ് സർക്കാരിൻ്റെ ഈ സത്യവാങ്മൂലത്തിൻ്റെ ചുരുക്കം എന്ന് പറയാം. ഒരു തരത്തിൽ പറഞ്ഞാൽ മുമ്പ് നൽകിയ സത്യവാങ്മൂലത്തിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം പ്രധാനമായി എടുത്തു കാണിച്ചാണ് ഈ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ വാദിക്കുന്നത് മുൻ സത്യവാങ്മൂലത്തിൻ്റെ നിലപാട് തന്നെയാണ് ഇപ്പോഴും ആവർത്തിക്കുന്നതെന്ന്. എന്നാൽ അതിലെ പ്രധാനപ്പെട്ട വ്യത്യാസം ഇതാണ്: സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ചും സ്ത്രീകളുടെ പ്രായത്തിനനുസരിച്ച് സ്ത്രീകളെ വിലക്കുന്നത് സംബന്ധിച്ചും വ്യക്തമായ നിലപാട് മുൻ സത്യവാങ്മൂലത്തിൽ ഉണ്ടായിരുന്നു. അതിനോടൊപ്പം ആചാരങ്ങളെ സംബന്ധിച്ച വിഷയമായതിനാൽ ആചാരങ്ങളുമായി ബന്ധപ്പെട്ട ഇതിൽ ജ്ഞാനമുള്ള ആളുകളുമായും അതോടൊപ്പം തന്നെ സ്വതന്ത്രമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്ന അഴിമതിരഹിതരായ ആളുകളുമായി ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാം എന്നുള്ള നിലപാടുണ്ടായിരുന്നു. അതിൽ സ്ത്രീ പുരുഷ സമത്വം സംബന്ധിച്ചും സ്ത്രീകളുടെ പ്രായം സംബന്ധിച്ച് വിവേചനമാകാമോ അത്തരം കാര്യത്തിലുള്ള നിലപാടുകളൊന്നും ഈ പുതിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിട്ടില്ല. പുതിയ സത്യവാങ്മൂലത്തിൽ പറയുന്നത് ഇതാണ്: ശബരിമലയ്ക്കുള്ള പ്രവേശനം വർഷങ്ങളായി പിന്തുടരുന്ന ഒരു ആചാരമാണ്, ജനങ്ങൾ അംഗീകരിച്ച വിശ്വാസവുമായും മൂല്യങ്ങളുമായും ബന്ധപ്പെട്ടിരിക്കുന്നുവെന്നും ഈ വിഷയത്തിൽ ഹൈക്കോടതി ഒരു വിധി നിലനിൽക്കുന്നുണ്ടെന്നും കണക്കിലെടുത്ത് ഹിന്ദുമതത്തിൽ ആധികാരിക അറിവുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരും പ്രശസ്തരും അഴിമതി രഹിതരുമായ സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും അടങ്ങുന്ന ഒരു ഉചിതമായ കമ്മീഷനെ നിയോഗിക്കാൻ ഈ ബഹുമാനപ്പെട്ട കോടതിയോട് അഭ്യർത്ഥിക്കുമെന്ന് സർക്കാർ കരുതുന്നു. ഇതാണ് സർക്കാരിൻ്റെ നിലപാടായി പറയുന്നത്. മുൻ നിലപാടിൽ നിന്ന് ഇപ്പോൾ ഒഴിവാക്കിയ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ: യുവതീ പ്രവേശനം വിലക്കണോ വേണ്ടയോ എന്നുള്ള ഭാഗത്ത് ഏതെങ്കിലും തരത്തിൽ വിലക്കണമെന്നുള്ള അഭിപ്രായമോ പറയുന്നില്ല, വിലക്കുന്നില്ല എന്നുള്ള അഭിപ്രായമോ പറയുന്നില്ല. അതുകൊണ്ട് തന്നെ വേണമെങ്കിൽ സാങ്കേതികമായി ഞങ്ങൾ ഈ വിഷയത്തിൽ ഒരു ടേൺ അടിച്ചിട്ടില്ല എന്ന് സർക്കാരിന് വേണമെങ്കിൽ പറയാം. പക്ഷേ വാദത്തിൻ്റെ ഘട്ടത്തിൽ കോടതിയിൽ തീർച്ചയായും പറയേണ്ടി വരും നിങ്ങൾ യുവതികളെ പ്രവേശിപ്പിക്കുന്നതിന് അനുകൂലമാണോ അല്ലയോ എന്നുള്ളത്. പക്ഷേ അവിടെ ഒരു തന്ത്രപരമായ നീക്കം സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഏപ്രിൽ 7-ന് വാദം തുടങ്ങുമെന്നൊക്കെ പറയുമ്പോഴും സാധാരണഗതിയിൽ സർക്കാരിന് ഈ വാദം സുപ്രീം കോടതിയിൽ അവതരിപ്പിക്കേണ്ട ഘട്ടം വരുമ്പോഴേക്കും അത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അത്തരം ഒരു വാദം സർക്കാരിനെ അവതരിപ്പിക്കുന്നതിന് ഏതെങ്കിലും തരത്തിൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന ഒരു പ്രയാസം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ തന്ത്രപരമായി യുവതികളെ പ്രവേശിപ്പിക്കാമോ പാടില്ലയോ, 10 വയസ്സിനും 50 വയസ്സിനും ഇടയിലുള്ള യുവതികളെ പ്രവേശിപ്പിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നില്ല. സ്ത്രീകളുടെ ശാരീരികമായ ഏതെങ്കിലും ക്രമത്തിൻ്റെ പേരിൽ സ്ത്രീകളുടെ ആരാധനാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് പറയുന്നില്ല. സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ ആരാധനയ്ക്ക് അവകാശമുണ്ടായിരുന്നുവെന്ന് മുമ്പ് പറയുന്നെങ്കിൽ സ്ത്രീയാണ് പുരുഷനാണ് എന്നതിൻ്റെ പേരിൽ ആരാധനാ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിരുന്നത് ശരിയല്ല എന്നുള്ള നിലപാടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ആ കാര്യത്തെക്കുറിച്ച് പൂർണ്ണമായും മൗനം പാലിക്കുന്നു. നോബഡി ഷുഡ് ബി പ്രൊഹിബിറ്റഡ് ടു വർഷിപ്പ് എന്നാണ്. ആരാധിക്കാനുള്ള, ദൈവത്തെ ആരാധിക്കാനുള്ള ആരുടെ അവകാശത്തെയും ഒരു തരത്തിലുള്ള വിവേചനവും ആരാധനയുടെ കാര്യത്തിൽ പാടില്ല. അത് സ്ത്രീയെന്നോ പുരുഷനെന്നോ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് ഏതെങ്കിലും ആർത്തവോ മറ്റേതെങ്കിലും ശാരീരികാവസ്ഥയുള്ള കാലമോ അങ്ങനെ ഏതെങ്കിലും ഒരു തരത്തിൽ വിവേചനം പാടില്ല. ആരൊക്കെ ആരാധിക്കാൻ ആഗ്രഹിക്കുന്നു അവർക്കെല്ലാം, ഏതൊരു വിശ്വാസിക്കും ആ ആചാരം അത് അവർക്ക് ആരാധിക്കാനുള്ള അവകാശമുണ്ട് എന്നുള്ള ഉറച്ച നിലപാടായിരുന്നു. അതാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. അന്ന് നവോത്ഥാന മൂല്യങ്ങളിലൂന്നിയ ഉറച്ച നിലപാടായിരുന്നു ഇടതു സർക്കാരിന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇടതു സർക്കാർ നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ മുൻ സത്യവാങ്മൂലത്തിൽ നൽകിയിരുന്ന ഒരു ഭാഗം മാത്രം പ്രൊജക്ട് ചെയ്തുകൊണ്ട് ഇത്തരം വിഷയം. അതാണ് കിരണ, നമുക്കറിയാം സർക്കാരിൻ്റെ മുന്നിൽ ഈ വിഷയത്തിൽ ഒരു നിലപാട് മാറ്റത്തിലേക്ക് അവരെ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് വളരെ പ്രധാനമാണ്, വളരെ ക്രൂഷ്യലാണ്, പ്രത്യേകിച്ചും ഒരു ജീവൻ മരണ പോരാട്ടമായുള്ള അവസരത്തിൽ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട വാദങ്ങളടക്കം. ഞാൻ മനസ്സിലാക്കുന്ന ഏപ്രിൽ 7-ഓടുകൂടി ഈ വാദങ്ങൾ ആരംഭിക്കുമെന്നുള്ളതാണ്. അപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അത്തരം എന്തെങ്കിലും ഒരു നിലപാട്, കുറച്ചുകൂടി വ്യക്തമായ നിലപാട് സർക്കാരിന് അവതരിപ്പിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, ഇപ്പോൾ ഇവർ പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ CPM നിലപാട് മാറ്റുന്നു എന്നുള്ള തരത്തിലുള്ള വ്യാഖ്യാനം വരുമ്പോൾ CPM-നൊപ്പം നിന്നിരുന്ന നിരവധി ആളുകളുണ്ട്. ഈ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് പാർട്ടി മുന്നോട്ട് പോകുന്ന അഭിമാനം കൊണ്ടിരുന്ന നിരവധി നേതാക്കളും പ്രവർത്തകരുമുണ്ട്. അവരോട് കൂടി ബോധ്യപ്പെടുത്തേണ്ടി വരും. മറുവശത്ത് വിശ്വാസികൾ എന്ന് പറയുന്ന വളരെ വിഭാഗമുണ്ട്, അവരെയും ബോധ്യപ്പെടുത്തേണ്ടി വരും. ചെകുത്താനും കടലിനും ഇടയ്ക്കുള്ള സർക്കാരാണ് ഇപ്പോൾ ഉള്ളതെന്ന് വേണം കരുതാൻ. രഞ്ജിത്ത്, ആദ്യ ചോദ്യത്തിൻ്റെ ഉത്തരം ഏപ്രിൽ 7-നാണ് വാദം അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് ഇലക്ഷന് മുമ്പ് ഇങ്ങനെ ഒരു വാദം സർക്കാരിന് കൃത്യമായി പറയേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളതാണ്. യുവതീ പ്രവേശനത്തെ സർക്കാർ അനുകൂലിക്കുന്നോ ഇല്ലയോ എന്നത് കോടതിയിൽ എന്തായാലും പറയേണ്ടി വരും. അത് ഏപ്രിൽ 7-ന് വാദം ആരംഭിച്ചാലും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പായി വരാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. ഏപ്രിൽ 7-ന് തുടർച്ചയായാണ് സുപ്രീം കോടതി വാദത്തിനെടുക്കുകയും അത് നീട്ടിവെക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നൊരവസ്ഥ വന്നാൽ സർക്കാരിന് ചിലപ്പോൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നെ അത്തരത്തിലൊരു വാദം, യുവതീ പ്രവേശനത്തെ ഞങ്ങൾ അനുകൂലിക്കുന്നുവെന്നോ എതിർക്കുന്നുവെന്നോ ചിലപ്പോൾ പറയേണ്ടി വന്നേക്കാം. പക്ഷേ അതിനുള്ള സാധ്യത കോടതി
കോടതി നടപടികളാണ്. കോടതി നടപടികൾ സ്വാഭാവികമായും കോടതി നടപടികൾ വൈകിപ്പിക്കുക എന്നുള്ളത് ഇതിലേത് കക്ഷി വിചാരിച്ചാലും വൈകിപ്പിക്കാൻ കഴിയും. അങ്ങനെ ഒരു വൈകിപ്പിക്കൽ ഇലക്ഷൻ എന്തായാലും ഒരു മെയ് പകുതിക്കുള്ളിൽ എന്തായാലും എത്ര വൈകിയാലും തെരഞ്ഞെടുപ്പ് നടക്കണം. ആ തെരഞ്ഞെടുപ്പ് നടക്കാൻ ഏകദേശം 1 മാസം മാത്രമാണുള്ളത്. ആ 1 മാസമൊക്കെ വൈകിപ്പിക്കാൻ സാധാരണഗതിയിൽ ഇതുവരെയുള്ള കേസുകളുടെ ചരിത്രമൊക്കെ പരിശോധിച്ചാൽ അനായാസം വൈകിപ്പിക്കാൻ കഴിയേണ്ടതാണ്. ഇനി വൈകിപ്പിക്കാൻ കഴിയുമെന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം സുപ്രീം കോടതി ഒരു തീരുമാനം എടുക്കുകയും തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് ഇത്ര ദിവസം മുമ്പ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് നോക്കിയല്ല ഈ വിഷയത്തിൽ വിവരം അറിയിക്കാനുള്ള അല്ലെങ്കിൽ മറുപടി നൽകാനുള്ള സമയം നൽകുകയും വാദത്തിനുള്ള സമയം നൽകുകയും ചെയ്യുന്നത്. കേരള സർക്കാരിന് ബാധിക്കാനും അല്ലെങ്കിൽ ഈ വിഷയത്തിൽ മറുപടി പറയാനും സമയം നൽകിയിരിക്കുന്നത് അതിന് മുമ്പാണെങ്കിൽ സ്വാഭാവികമായും ചിലപ്പോൾ പറയേണ്ടി വരും. പക്ഷേ അതൊക്കെ വൈകിപ്പിക്കാൻ കോടതി രീതിയിൽ അങ്ങനെ വൈകിപ്പിക്കാനുള്ള ഒരുപാട് വഴികൾ, നിയമപരമായ വഴികൾ, മറ്റ് നിയമപ്രശ്നങ്ങൾ ഉന്നയിക്കുക, അങ്ങനെ ഒരുപാട് വഴികളുണ്ട്. അതുകൊണ്ട് അത് കഴിയില്ല. മറ്റൊന്ന് രഞ്ജിത്ത് ചോദിച്ച രണ്ടാമത്തെ ചോദ്യം, ഇത് സർക്കാരിന് മുന്നിലുള്ള ഒരു വിഷയം. ഒന്ന്, ഈ നവോത്ഥാന നിലപാടിൽ സർക്കാരിൻ്റെ നിലപാടിനെ പിന്തുണച്ച് സർക്കാരിനൊപ്പമെത്തിയ നിരവധി ആളുകളുണ്ട്. 2 വിശ്വാസികൾ മറ്റൊരു ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ആചാരാനുഷ്ഠാനം, വിശ്വാസികളെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കണമെന്ന് വാദിക്കുന്ന യാഥാസ്ഥിക നിലപാടുള്ള ആളുകൾ. ആ യാഥാസ്ഥിക നിലപാടുള്ള ആളുകൾ, ഇവരുടെ എല്ലാം കൂടി വോട്ട് കിട്ടിയെങ്കിൽ മാത്രമേ സർക്കാരിനെ സംബന്ധിച്ച് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനമാണ്. ഇവർ രണ്ടുപേരും തമ്മിലുള്ള സംഘർഷം അത് സ്വാഭാവികമായും സർക്കാരുണ്ടാവും. അത് എത്രത്തോളം സർക്കാരിനെ ഈ വിഷയത്തിൽ പ്രതിസന്ധിയിലാക്കാൻ വേണ്ടി പ്രതിപക്ഷം ശ്രമിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. പ്രതിപക്ഷം അത്തരത്തിൽ ഒരു വലിയ ശ്രമമൊന്നും ഇപ്പോഴും നടത്തിയിട്ടില്ല എന്ന് വേണം കരുതാൻ. സർക്കാർ ആ ഘട്ടത്തിലെടുത്തത് ഒരു വലിയ നവോത്ഥാന നിലപാടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിലാകെ കേരളം ഇന്ന് ഏത് മതമായാലും ഇന്നത്തെ ആചാരങ്ങളൊക്കെയും മാറി മറിഞ്ഞു വന്നതാണ്. കേരളം ഈ ആചാരങ്ങളൊക്കെ മാറ്റിമറിച്ച് വിപ്ലവകരമായി മുന്നേറിയ ഒരു നാടാണ്. ആ നവോത്ഥാന മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ ചെറിയ ചെറിയ ഘട്ടങ്ങളിൽ ഇടപെട്ട ആളുകൾ മുതൽ വലിയ നവോത്ഥാന മാറ്റങ്ങൾ വരുത്തിയ നവോത്ഥാന നായകന്മാർ വരെ, അങ്ങനെ ആ സമൂഹത്തിൻ്റെ പൊതുധാരയിൽ ചർച്ചയിലില്ലാതിരുന്ന നവോത്ഥാന നായകന്മാരെ വരെ ചർച്ചയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ ഒരു നവോത്ഥാന മൂവ്മെൻറ്റ് ഉണ്ടാക്കുകയും വനിതാ മതിൽ സൃഷ്ടിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അന്ന് ഈ നവോത്ഥാന നിലപാടിന് ഒരു ഭാഗത്തു നിന്ന് കടുത്ത എതിർപ്പും മറുഭാഗത്തു നിന്ന് വലിയ പിന്തുണയും ഒക്കെ ലഭിച്ചിരുന്നതാണ്. ഇന്നിപ്പോൾ അന്ന് പിന്തുണച്ചവരുടെ കൂടെയാണോ സർക്കാർ നിൽക്കുന്നത്, അന്ന് എതിർത്ത യാഥാസ്ഥിക വിശ്വാസികളുടെ കൂടെയാണോ സർക്കാർ നിൽക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുപേരുടെയും കൂടെയാണോ അല്ലയോ എന്നൊന്നും പറയാത്ത രീതിയിലുള്ള ഒരു അഴകുഴമ്പൻ സത്യവാങ്മൂലം അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു സത്യവാങ്മൂലം എന്ന് നമുക്ക് കൃത്യമായി തന്നെ പറയേണ്ടി വരും. ഈ സർക്കാരിന് ഇക്കാര്യത്തിൽ കൂടുതൽ വിശദീകരിക്കേണ്ടി വന്നാൽ സ്വാഭാവികമായും ആ കാര്യത്തിലൊക്കെ മറുപടി പറയേണ്ട ഒരു അവസ്ഥയിലേക്ക് സർക്കാരിനെ കൊണ്ടെത്തിക്കാൻ കഴിയുമോ ഇല്ലയോ എന്നൊക്കെ പ്രതിപക്ഷം എങ്ങനെയാണ് ഈ വിഷയത്തെ ഉന്നയിക്കുന്നത്, എങ്ങനെയാണ് ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷത്തെ കൊടുക്കാൻ ശ്രമിക്കുന്നത് എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും. തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും ഇന്ന് വ്യക്തമായ ഒരു നിലപാട് സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കേസിൽ ഉൾപ്പെട്ട എല്ലാ കക്ഷികൾക്കും രേഖാമൂലമുള്ള വാദങ്ങൾ സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചു. ഏപ്രിൽ 7-ന് വിശദമായ വാദം തുടങ്ങും എന്നാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ സ്വാഭാവികമായും നേരത്തെ കിരൺ പറഞ്ഞതുപോലെ കൃത്യമായ നിലപാട് സർക്കാർ വ്യക്തമാക്കേണ്ടി വരും. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാരിന് വിശ്വാസികളെ പറ്റിക്കുന്ന നിലപാടെന്ന് വി മുരളീധരൻ. ക്ഷേത്ര ആചാരങ്ങളിൽ സർക്കാരോ കോടതിയോ ഇടപെടാൻ പാടില്ല എന്ന് സർക്കാർ പറയുമോ എന്നും വി മുരളീധരൻ ചോദിച്ചു. അല്ല, സർക്കാരിന് അങ്ങനെ ഉണ്ടെങ്കിൽ സർക്കാരിന്റെ സ്ഥിരമായിട്ടുള്ള നിലപാടാണോ അത്? ഇത് ശബരിമലയുടെ ഈ കേസിന്റെ കാര്യത്തിൽ മാത്രമാണോ എന്ന് അവർ വ്യക്തമാക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ഞങ്ങൾ ഈ നിലപാട് പണ്ടേ പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ്. സർക്കാരിന് ഇക്കാര്യത്തിൽ പക്ഷെ അന്ന് സർക്കാർ എടുത്ത സമീപനം വേറെയായിരുന്നു. സർക്കാർ ആ സമീപനം എടുത്തതിന്റെ പേരിലാണ് കേസുകൾ ഉണ്ടായത്. ആ സമീപനം തെറ്റായിരുന്നുവെങ്കിൽ കേസുകൾ കൂടി പിൻവലിക്കണം. പിന്നെ യുവതീ പ്രവേശനവും ആചാരങ്ങളും തമ്മിൽ കൂട്ടിക്കെട്ടേണ്ട ലിംഗസമത്വത്തിന്റെ വിഷയമാക്കിയിട്ട് മാറ്റേണ്ട ആവശ്യമില്ല. ശബരിമല യുവതീ പ്രവേശനത്തിൽ അഭിപ്രായം പറയേണ്ടത് വിദഗ്ധ സമിതി എന്ന് മന്ത്രി വി എൻ വാസവൻ. യുവതീ പ്രവേശനം തീരുമാനിക്കേണ്ടത് പണ്ഡിതരാണ്. ഇത് നേരത്തെ കോടതി അറിയിച്ചു. തങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. എം വി ഗോവിന്ദൻ പറഞ്ഞത് പാർട്ടി നിലപാടാണ്. യുവതീ പ്രവേശനത്തിൽ അനുകൂല വിധി സമ്പാദിച്ചത് BJPയുടെ യുവതലമുറ അഭിഭാഷകരുടെ സംഘടനയെന്നും ദേവസ്വം മന്ത്രി പറഞ്ഞു. ഇന്നലെ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത് പാർട്ടി നിലപാടാണ് അദ്ദേഹം വിശദീകരിച്ചത്. പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആചാരകാര്യങ്ങളിൽ പാണ്ഡിത്യമുള്ളവരും ഒപ്പം സാമൂഹ്യ പരിഷ്കർത്താക്കളും ഉൾപ്പെടെയുള്ള വിദഗ്ധ സമിതിയായിരിക്കണം അത് സംബന്ധിച്ച് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടതെന്നുള്ള അഭിപ്രായം 2007 സുപ്രീം കോടതി മുമ്പാകെ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. ആ കാര്യം നമ്മൾ കൂട്ടിച്ചേർക്കും. എല്ലാ കാലത്തും വിശ്വാസികളുടെ താല്പര്യങ്ങൾ പരിരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് നിലപാടായിരിക്കും ഗവൺമെന്റ് ഉണ്ടായിരിക്കുക എന്നുള്ള കാര്യവും പറയും. അല്ല, മറ്റേ യുവതീ പ്രവേശനത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ഘട്ടത്തിൽ അത് സംബന്ധിച്ച കാര്യവും പറയും. അല്ലൊരു നിലപാട് മാറ്റമായിട്ട് ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. നിലപാട് മാറ്റം ഞങ്ങൾക്ക് ഇത് മുമ്പ് 2007 കൊടുത്തിട്ടുള്ളതല്ലേ. 2007 അഫിഡവിറ്റിനകത്ത് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് ആചാരപരമായ കാര്യത്തിൽ പാണ്ഡിത്യമുള്ളവരായിരിക്കണം എന്ന കാര്യം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. ഇപ്പൊ ചോദിച്ചുള്ള കോടതി യുവതീ പ്രശ്നവുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റ് നിലപാടല്ല, മറിച്ച് ഈ ഭരണഘടനാപരമായ പ്രശ്നങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് കോടതിയായി. അതിനും നമ്മൾ റിപ്ലൈ കൊടുക്കാൻ
ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ജനറലെയും അതുപോലെ തന്നെ നമ്മൾ സുപ്രീം കോടതിയിലെ ഭരണഘടനാ വിദഗ്ധന്മാരെയും ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അവരതനുസരിച്ച് പോകും. ശബരിമല യുവതീ പ്രവേശനം പരിഗണിക്കുന്ന 9-അംഗ ബെഞ്ചിലെ നടപടികളിൽ കക്ഷി ചേരാൻ യാക്കോബായ സഭാ വിശ്വാസികളും ഇതിനായി സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകി. മതാചാരങ്ങളിൽ കോടതിയുടെ പരിശോധന അനുവദനീയമല്ലെന്ന് യാക്കോബായ സഭ നിലപാടെടുത്തു. 9-അംഗ ഭരണഘടനാ ബെഞ്ചിന് മുന്നിലെ വിഷയം യാക്കോബായ സഭയെയും ബാധിക്കുന്നതെന്നാണ് വാദം. നിയമത്തിന്റെ അഭാവത്തിൽ വിശ്വാസ കാര്യങ്ങളിലും ആചാരങ്ങളിലും ഇടപെടാൻ സിവിൽ കോടതികൾക്ക് അധികാരമില്ലെന്നും ഹർജിയിൽ പറയുന്നു. രാജ്യത്തെ ഇന്ധന പ്രതിസന്ധിക്ക് താൽക്കാലിക പരിഹാരം. 92,700 ടൺ LPGയുമായി 2 ഇന്ത്യൻ കപ്പലുകൾ രാജ്യത്തിന്റെ തീരം ലക്ഷ്യമാക്കി അടുക്കുകയാണ്. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ യാത്രാ അനുമതി നൽകിയതോടെയാണ് സഞ്ചാരം സാധ്യമായത്. നാവികസേനയുടെ ഈ കപ്പലുകൾ ഇന്ധന കപ്പലുകളെ അനുഗമിക്കുന്നുണ്ട്. രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്നില്ലെന്ന് കേന്ദ്രം വ്യക്തമാക്കി. അതേസമയം ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെക്കുറിച്ച് വിവരം നൽകുന്നവർക്ക് 93 കോടി രൂപ അമേരിക്ക പാരിതോഷികം പ്രഖ്യാപിച്ചു. ഇറാന്റെ സാമ്പത്തിക നട്ടെല്ലായ ഖാർഗ് ദ്വീപ് അമേരിക്കൻ സേന ആക്രമിച്ചു. കനത്ത തിരിച്ചടി ഉണ്ടാകും ഇറാൻ മുന്നറിയിപ്പ് നൽകി. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, ഇന്ധന പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ നയതന്ത്രം അത് ഫലിക്കുന്നു എന്നുള്ളതാണ്. തുടർച്ചയായി 4 കപ്പലുകൾ നമ്മുടെ തീരത്തേക്ക് എത്തുകയാണ്. മറ്റ് രാജ്യങ്ങൾക്കാർക്കും ലഭിക്കാത്ത ആനുകൂല്യം ആ തരത്തിൽ ഇറാൻ ഇന്ത്യക്ക് നൽകുന്നു. നയതന്ത്ര വിജയമായി ലോകരാജ്യങ്ങൾ അംഗീകരിച്ചേ മതിയാവും. രഞ്ജിത്ത്, ഇത് തീർച്ചയായും ഇന്ധന പ്രതിസന്ധി നേരിടുന്ന ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു നേട്ടമാണ്. LPG പ്രതിസന്ധി നേരിടുന്ന ഒരു രാജ്യമെന്ന നിലയിലൊക്കെ നമുക്കിതൊരു വലിയ നേട്ടമാണ്. കാരണം ഇത്തരം നിർണായകമായൊരു ഘട്ടത്തിലാണ് 2 കപ്പലുകൾ 92,700 ടൺ LPGയുമായാണ് ഇവർ ഈ 2 കപ്പലുകൾ ഹോർമുസ് കടലിടുക്ക് താണ്ടി മുന്നോട്ട് വന്നിരിക്കുന്നത്. നാവികസേന അനുഗമിക്കുന്നു. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ അത് പ്രതിരോധിക്കാനുള്ള സംവിധാനങ്ങൾ തയ്യാറായിരിക്കുന്നു. ഇപ്പോൾ ആ തന്ത്രപ്രധാനമായ സ്ഥലം പിന്നിട്ട്, ഹോർമുസ് കടലിടുക്ക് പിന്നിട്ട്, പ്രശ്നബാധിത മേഖല പിന്നിട്ട് ഇപ്പോൾ അത് 2 കപ്പലുകളും മുന്നോട്ട് നീങ്ങുന്നു. ഒന്ന് നമ്മുടെ ശിവലിംഗ് എന്ന പേരിലുള്ള ഒരു കപ്പലാണ്, മറ്റൊന്ന് നന്ദാദേവി. ഈ 2 കപ്പലുകളാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. 16-17 തീയതിയോടുകൂടി ഈ 2 കപ്പലുകൾക്കും ഇന്ത്യൻ തീരത്ത് എത്തിച്ചേരാൻ കഴിയും. കാണ്ട്ല പോർട്ടിൽ ആണ്, മുദ്ര പോർട്ടിലും കാണ്ട്ല പോർട്ടിലുമാണ് ഈ 2 കപ്പലുകൾ വരുന്നത്. അപ്പോൾ മുന്ദ്രയിലും കാണ്ട്ലയിലും ഈ 2 കപ്പലുകൾ വരുന്നതോടുകൂടി നമ്മുടെ ഈ ക്ഷാമം, LPG ക്ഷാമം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളിൽ വലിയ തോതിലൊരു പരിഹാരം കാണുന്നതിന് ഇത് സഹായകരമാകും. കൂടുതൽ കപ്പലുകൾ സമാനമായ രീതിയിൽ തുറമുഖത്ത് കടന്ന് ഇങ്ങോട്ടേക്ക് വരാനുള്ള ഇടപെടലുകൾ നടത്തുന്നു എന്നാണ്. 24 കപ്പലുകൾ അവിടെ കുടുങ്ങിക്കിടക്കുമ്പോഴാണ് ഇന്ത്യയുടെ കപ്പലുകൾ അവിടെ നിന്ന് വളരെ വേഗം ഇപ്പോൾ നമ്മുടെ തുറമുഖം ലക്ഷ്യമാക്കി വരുന്നത് എന്നതും വളരെ വളരെ സുപ്രധാനമായ ഒരു കാര്യമാണ്. ആ നിലയ്ക്ക് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ വലിയൊരു നയതന്ത്ര വിജയം രാജ്യത്തിന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ വാക്കുകൾക്ക് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിലയുണ്ട് എന്ന് വീണ്ടും ഉറപ്പിക്കാനായി നമുക്ക് കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, ഇവിടുത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം കാണാൻ ഈ നയതന്ത്ര ശ്രമം വിജയിച്ചു എന്നതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷേ യുദ്ധത്തിൻ്റെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ യുദ്ധം ഒരു നിർണായക ഘട്ടത്തിലേക്ക് നീങ്ങുകയാണ് എന്നാണ് ഇസ്രായേലിൻ്റെ ഡിഫൻസ് മിനിസ്റ്റർ ഇസ്രായേൽ കാട്സ് വ്യക്തമാക്കുന്നത്. ഏതു നിമിഷവും ഇനി ഇറാൻ കീഴടങ്ങും എന്നൊക്കെ അമേരിക്കയും പറയുന്നുണ്ട്. പക്ഷേ അവിടെ ഒരു ആഭ്യന്തര കലാപം ഉണ്ടാകണം എന്നാണ് അമേരിക്ക പ്രധാനമായും ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ, ആഹ്വാനങ്ങൾ നിരന്തരം ട്രംപ് നടത്തുന്നു. ഇന്നും ട്രംപ് സമാനമായ രീതിയിൽ അമേരിക്കയുടെ ഒരു താല്പര്യമെന്ന നിലയിൽ ഇറാനിലെ സാധാരണക്കാരായ ആളുകൾ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് അവിടെ ഒരു അട്ടിമറിക്ക് തയ്യാറാകണം എന്ന് വ്യക്തമാക്കുന്നു. അതേസമയം US-ൻ്റെ വാർ മിനിസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് സെക്രട്ടറി പീറ്റ് ഹെക്സേത്ത് ഒരു കാര്യം വ്യക്തമാക്കുന്നത്, ഈ മുജ്തബ ഖമേനി ഒരു പരമോന്നത നേതാവല്ല. അദ്ദേഹം അത്രയൊന്നും പരമോന്നതനല്ലാത്ത ഒരു നേതാവ് ഇപ്പോൾ പരിക്കേറ്റിരിക്കുകയാണ് എന്ന തരത്തിലുള്ള പരിഹാസ വാക്കുകൾ വരികയും ചെയ്യുന്നു. അപ്പോൾ US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ് $10 മില്യൺ ഈ ഖമേനിയെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് നൽകിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ ഖാർഗ് ഐലൻഡിലെ ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണം നടക്കുന്നു. കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന സൂചന അവിടുന്ന് നൽകുന്നു. 2200ഓളം മെറൈനുകളെ അമേരിക്ക സൈനികരെ അങ്ങോട്ടേക്ക് ഡിപ്ലോയ് ചെയ്യുന്നു. ഇറാനിലേക്ക് അവരെ 2200ഓളം പേർ നീങ്ങുന്നുവെന്ന് മനസ്സിലാകുമ്പോൾ അത് കരയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ എന്ന ആശങ്ക വരികയാണ്. അതേസമയം ഈ കാഷ്വാലിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ ഇറാനിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും ഒടുവിലത്തെ ഔദ്യോഗിക കണക്കനുസരിച്ച് 1444 പേരാണ് അവിടെ മരിച്ചിട്ടുള്ളത്. ഇതുകൂടാതെ ലെബനനിൽ
ഇസ്രായേലിൽ 687 ആളുകളും ഈ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരിക്കുന്നുവെന്ന വിവരങ്ങൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നു. പക്ഷേ ഇറാൻ ശക്തമായി തിരിച്ചടിക്കുന്നതിൻ്റെ വിവരങ്ങളും വരുന്നുണ്ട്. യു എയിലേക്ക് മനു ഇപ്പോൾ ഒരു വിവരം വരുന്നത് യു എയിലേക്ക് വീണ്ടും ഇറാന്റെ ഡ്രോൺ ആക്രമണമുണ്ട് എന്ന തരത്തിലാണ്. അവിടെ ചില എണ്ണ സംഭരണ കേന്ദ്രങ്ങൾക്ക് സമീപത്തൊക്കെ ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ വീണിട്ട് തീപിടുത്തമുണ്ടായിട്ടുണ്ട്. ഇന്നിപ്പോൾ അവരുടെ ഖാർഗ് ദ്വീപ് ആക്രമിച്ചപ്പോൾ ഇറാന്റെ മുന്നറിയിപ്പ് അമേരിക്കയുമായി ബന്ധപ്പെട്ടുള്ള എണ്ണ സംഭരണശാലകളിൽ ആക്രമിക്കുമെന്നായിരുന്നു. ഖാർഗ് ദ്വീപിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ ഇറാന്റെ നട്ടലൊടിക്കും വിധമുള്ള തിരിച്ചടിയാണ്. അതിനുള്ള പ്രത്യാക്രമണമാണോ ഇപ്പോൾ ഇറാൻ ശക്തമാക്കിയിരിക്കുന്നത്? സ്വാഭാവികമായും ഇറാൻ ഇത് ശക്തമായി പ്രത്യാക്രമണം നടത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പറയുന്ന ഖാർഗ് ഐലൻഡിലെ ഓയിൽ കേന്ദ്രങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നു. തെഹ്റാനിലെ സെൻട്രൽ തെഹ്റാനിൽ അവിടെ വലിയ സ്ഫോടനം നടന്നതിൻ്റെ വിവരങ്ങൾ പുറത്തു വരുന്നു. ഇറാൻ റിറ്റാലിയേഷൻ എന്ന തരത്തിൽ റെസിപ്രോക്കൽ ഡ്രോൺസ് എന്ന തരത്തിൽ ഈ പ്രത്യാക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഡ്രോണുകളുടെ മിസൈൽ ആക്രമണം നടക്കുന്നു. പ്രത്യേകിച്ച് US അസറ്റ്സുകളിലും അതുപോലെ സൈനിക ആസ്ഥാനത്തും കമേഴ്ഷ്യൽസ് കേന്ദ്രങ്ങളിലും ഗൾഫ് മേഖലയിലെ എമ്പാടുമുള്ള പ്രദേശങ്ങളിലേക്ക് ആക്രമണം തുടർച്ചയായി നടത്തും എന്ന് തന്നെ ഇറാൻ നിലപാട് സ്വീകരിക്കുന്നതായാണ് അവരുടെ നടപടികളിൽ നിന്ന് വ്യക്തമാകുന്നത്. സൗദി അറേബ്യയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ അനുസരിച്ച് അവിടെ സൗദി മിനിസ്ട്രി ഓഫ് ഡിഫൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടുന്ന് ഡ്രോൺ ആക്രമണം ഇറാനിൽ നിന്നുണ്ടായതും അത് പരമാവധി തടയാൻ കഴിഞ്ഞതായും വ്യക്തമാക്കുന്നു. ഖത്തറും സമാനമായ രീതിയിൽ അവരുടെ ആംഡ് ഫോഴ്സസിന് ഇത്തരം ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. ബഹ്റൈനിലും അവിടെ സൈറനുകൾ മുഴങ്ങുന്നതിൻ്റെ ശബ്ദമൊക്കെ കേട്ടതായി അവിടുന്ന് പൗരന്മാർ പറയുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ ബഹ്റൈൻ ഇറാൻ ആക്രമിക്കുന്നു. ഒമാനിലെ ഇതുപോലെ US കേന്ദ്രങ്ങളാണ് പ്രധാനമായും ആക്രമിക്കുന്നത്. അവിടെയും 2 പേർ കൊല്ലപ്പെടുന്ന രീതിയിൽ ഒമാനിൽ ആക്രമണം നടത്തിയതായി ഉള്ള വിവരങ്ങൾ വരുന്നു. അതോടൊപ്പം തന്നെ ഈ സുൽത്താൻ ഹാത്തിം ബിൻ താരിഖും അതുപോലെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ അഹമ്മദ് അൽ താനിയും ഒക്കെ കൂടി പരസ്പര ചർച്ചകൾ നടത്തുന്നു പ്രശ്നപരിഹാരത്തിനായി. അങ്ങനെ ഈ പ്രശ്നപരിഹാരത്തിനായി ഒരു വശത്ത് ശ്രമങ്ങൾ നടക്കുമ്പോൾ മറുവശത്ത് യുദ്ധം അത് ശക്തമായി തന്നെ മുന്നേറുന്നു. മിലിറ്ററി ഡിപ്ലോയ്മെൻറ്റ്സ് കൂടുതൽ ഉണ്ടാകും എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 10,000-ഓളം ഇൻ്റർസെപ്റ്റർ ഡ്രോണുകളെ മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിക്കാൻ US ആർമി സെക്രട്ടറി ഡാൻ ഡ്രിസ്കോൾ വ്യക്തമാക്കിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ എണ്ണ ഉൽപ്പാദന കേന്ദ്രങ്ങൾ ആക്രമിച്ചാൽ ഇനി എന്ത് സംഭവിക്കും എന്ന ആശങ്ക പടരുന്നു. ഈ ഹോർമുസ് കടലിടുക്കിനെ സംബന്ധിച്ചുള്ള ആശങ്ക ആണ് മറ്റൊരു പ്രധാന കാര്യം. ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് പറയുന്നത് അത് ഈ ഇറാൻ ഇൻ്റർഫേസസും ഒക്കെ തുടരുകയാണെങ്കിൽ ഈ കടലിടുക്കിൽ ശക്തമായ ആക്രമണവും ഓയിൽ ഫെസിലിറ്റീസ് ആക്രമിക്കും എന്നാണ് ട്രംപിന്റെ. മനു ഭാരത് വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. നിരവധി LPG പ്ലാന്റുകളും വിതരണ കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്ന കൊച്ചി ഇരുമ്പരത്ത് പ്രതിസന്ധി രൂക്ഷമാണ്. 200 വാഹനങ്ങൾ വന്നുപോയിരുന്നിടത്ത് 50 ചുരുങ്ങി. ഇരുമ്പരത്ത് ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ്, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിവയുടെ പ്രധാന LPG വിതരണ പ്ലാന്റുകളും ടെർമിനലുകളും പ്രവർത്തിക്കുന്നുണ്ട്. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതോടുകൂടി അതിന്റെ പ്രത്യാഘാതങ്ങൾ ഇന്ത്യയും നേരിടുകയാണ്. ഇന്ത്യക്ക് യുദ്ധത്തിൽ പങ്കൊന്നുമില്ലെങ്കിൽ പോലും വലിയ രൂക്ഷമായ പ്രതിസന്ധിയാണ്, പ്രത്യേകിച്ചും ഊർജ്ജ പ്രതിസന്ധിയാണ് ഇന്ത്യ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്താകമാനം LPG സിലിണ്ടറുകൾക്ക് രൂക്ഷമായ പ്രതിസന്ധിയാണുള്ളത്. അതുപോലെ തന്നെ സംസ്ഥാനത്തുടനീളം പല ഹോട്ടലുകളും ഇതിനകം അടച്ചുപൂട്ടിയിട്ടുണ്ട്. നിരവധി, അതായത് പ്രത്യേകിച്ചും ടൂറിസം മേഖല സജീവമാകുന്ന ഒരു സാഹചര്യത്തിൽ ആ ഒരു സമയത്താണ് ഈ ഒരു വലിയ പ്രതിസന്ധി രൂക്ഷമായി ബാധിച്ചിരിക്കുന്നത് എന്നുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് കൊച്ചിയിലെ ഇരുമ്പനത്താണ്. നിരവധി LPG ഔട്ട്ലെറ്റുകൾ, നിരവധി LPG പ്ലാന്റുകൾ, ടെർമിനലുകളൊക്കെയുള്ള ഇടമാണ്. ദിനം പ്രതി 200ഓളം വാഹനങ്ങൾ ഒരു ദിവസം വന്നു പോകുന്ന ഇടം. അവിടത്തെ ഒരു ദിവസം വിവിധ പ്ലാന്റുകളിലായി ഈ കണക്ക് എപ്പോഴും മിനിമം ഒരു 20 വാഹനങ്ങളെങ്കിലും വന്നു പോകുന്ന ഒരു കണക്ക് സൂക്ഷിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത് 50 ചുരുങ്ങിയിട്ടുണ്ട്. അത് ഇന്നത്തെ കണക്കും ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ കണക്കനുസരിച്ച് 12 വാഹനങ്ങളായും ചുരുങ്ങിയിട്ടുണ്ട്. വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നതെന്നുള്ളതിന് ഇതിനപ്പുറം വ്യക്തമായ തെളിവുകളൊന്നും വേണ്ട. എന്നിരുന്നാലും കേന്ദ്ര സർക്കാർ ഊർജ്ജ പ്രതിസന്ധി ഇല്ല എന്ന് പറയുമ്പോഴും ഇന്ത്യ അതിനൊരു ദീർഘവീക്ഷണം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അതിനൊരു ദീർഘവീക്ഷണത്തോടെ ഊർജ്ജം പ്രതിസന്ധി ഉണ്ടാകാതിരിക്കാനുള്ള സാഹചര്യത്തെ
കണക്കിലെടുത്തില്ല എന്നുള്ള വിമർശനങ്ങളും രൂക്ഷമാണ്. പ്രത്യേകിച്ചും ഇതുമായി ബന്ധപ്പെട്ട പാർലമെന്റിലൊക്കെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ ഈ വിഷയത്തിൽ നടപടികൾ എടുത്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്കിൽ കൂടി വരുന്നതല്ലാതെയും ഇന്ത്യയിലേക്ക് ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ എത്തുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടി, അതായത് നേരത്തെ 55% ആയത് ഇപ്പോൾ അത് 70% ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ കൂടി കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് ഈ സംസ്ഥാനത്തെ വ്യാവസായിക മേഖലയുടെ വ്യാവസായിക തലസ്ഥാനത്തെ ഈ പ്ലാന്റുകളിൽ നിന്നും വന്നു പോകുന്ന വാഹനങ്ങളുടെ എണ്ണം അറിയാൻ കഴിയുന്നുണ്ട്. അത് എത്ര പ്രതിസന്ധി രൂക്ഷമാക്കുന്നു എന്നുള്ളത് വ്യക്തമാകുന്നുമുണ്ട്. ഈ വന്നു പോകുന്ന അല്ലെങ്കിൽ റീഫിൽ ചെയ്തുകൊണ്ട് പോകുന്ന വാഹനങ്ങളുടെ എണ്ണം നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കും. തൊഴിലാളികൾ രൂക്ഷമായ പ്രതിസന്ധിയിലാണ്. ഇതിന് മുന്നിൽ ഇതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകൾക്ക് തൊഴിലില്ലാത്തൊരു സാഹചര്യം. കാരണം ഈ വാഹനങ്ങൾ വന്നുപോയാൽ മാത്രമേ അവർക്ക് കൂടുതൽ ജോലി അവസരങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അതുപോലെ ഇതിന് മുന്നിൽ ഇരിക്കുന്ന ലോട്ടറി വിൽപ്പനക്കാർ, ഈ ഡ്രൈവർമാരുടെ അല്ലെങ്കിൽ ഇതിലേക്ക് വന്നു പോകുന്ന ആളുകളുടെയും ഒക്കെ സഹായത്തോടു കൂടി ജീവിക്കുന്ന ആളുകളാണ് ഈ ലോട്ടറി വിൽപ്പനക്കാരൊക്കെ. അവരുടെയും ജീവിതം താറുമാറാകുന്ന സാഹചര്യമുണ്ട്. തൊഴിലാളിക്കാണ് പണിയില്ല. പിന്നെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്ന വീട്ടിലെ അടുക്കളയിലും അതുപോലെ തന്നെ ഹോട്ടലുകാരുടെ എല്ലാം പൂട്ടി. ഇനി പൂട്ടാനൊന്നുമില്ല. കേന്ദ്ര സർക്കാർ പറഞ്ഞ ഒരു ക്ഷാമമില്ല എന്ന് പറയണം. എന്നിട്ടും ഇവിടെ ഗ്യാസ് ബുക്ക് ചെയ്യാനായിട്ട് വിളിച്ചാൽ പോലും അവരെടുക്കാറില്ല. പല സ്ഥലത്തും ഓടി നടന്നിട്ട് ഒരു ചെറിയ കുറ്റി പോലും നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ടായില്ല. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പോൾ ഗ്യാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുക്ക് ചെയ്തിട്ട് പോലും അവരെടുക്കണമില്ല. പിന്നെ അവർ പറയണത് എന്താണെന്ന് വെച്ചാൽ 45 ദിവസം കഴിയാതെ കിട്ടില്ല എന്നാണ് പറയണത്. കൊച്ചിയിലെ തന്നെ നിരവധി ഹോട്ടലുകൾ ഇതിനകം അടച്ചുപൂട്ടിയിട്ടുണ്ട്. പ്രത്യേകിച്ചും അധികം പാചകവാതകം സമയം കുക്ക് ചെയ്യാൻ സമയം കുറവ് ആവശ്യമുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ ഒഴികെ ഇപ്പോൾ കൊച്ചിയിൽ ഒന്നും അവൈലബിൾ അല്ലാത്ത സാഹചര്യം. ചായക്കടകൾ അടച്ചുപൂട്ടുന്നു. അതുപോലെ അധിക നേരം കുക്ക് ചെയ്യേണ്ടുന്ന ഭക്ഷണങ്ങളൊന്നും കിട്ടാത്ത സാഹചര്യം. അങ്ങനെ നിരവധി ഹോട്ടലുകൾ അടച്ചുപൂട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും വാണിജ്യ സിലിണ്ടറുകൾ 20% മാത്രമാണ് നേരത്തെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ളതിൽ നിന്നും 20% മാത്രമാണ് ഇപ്പോൾ അവർക്ക് ലഭിക്കുന്നതും. അത് വലിയ പ്രതിസന്ധിയാണ് രൂക്ഷമാകുന്നത്. ഊർജ്ജ പ്രതിസന്ധി എന്ന് പറയുന്നത് ഒരു പക്ഷേ രാജ്യം ഇതിനു മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തരത്തിലേക്ക്, ആധുനിക ലോകം അഭിമുഖീകരിച്ചിട്ടില്ലാത്ത തലത്തിലേക്ക് രൂക്ഷമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ NR മനോജിനൊപ്പം ആജ്ഞരവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. സംസ്ഥാനത്ത് ഇന്ധന പ്രതിസന്ധിയിലെ ആശങ്ക ഒഴിയുന്നില്ല. 50 രൂപയ്ക്ക് 3 നേരത്തെ ഭക്ഷണം ഉണ്ടാക്കുന്ന കൊച്ചി കോർപ്പറേഷന്റെ ഇന്ദിരാ ക്യാൻറ്റീൻ പ്രവർത്തനം ആരംഭിച്ചു. പ്രഭാത ഭക്ഷണവും അത്താഴവും 10 രൂപയ്ക്കും ഉച്ച ഊണ് 30 രൂപയ്ക്കും ഇവിടെ നിന്ന് ലഭ്യമാകും. കോർപ്പറേഷന്റെ ഇടപ്പള്ളി സോണൽ ഓഫീസിൽ ആരംഭിച്ചിരിക്കുന്ന ക്യാൻറ്റീൻ വൈകാതെ കൂടുതലിടങ്ങളിലേക്ക് വ്യാപിപ്പിക്കും. കൊച്ചി കോർപ്പറേഷൻ ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന് പറയുന്ന പ്രഖ്യാപനം ചുരുങ്ങിയ ദിവസത്തിനുള്ളിൽ തന്നെ പൂർത്തിയാക്കിയിരിക്കുന്നു. നമുക്കൊപ്പം മേയർ വിക്കി വില്ലിമോൾ ചേരുന്നു. പറഞ്ഞ ദിവസത്തിനുള്ളിൽ വളരെ കൃത്യമായിട്ട് വൃത്തിയുള്ള ഒരു ക്യാൻറ്റീൻ പൂർത്തിയാക്കിയിരിക്കുന്നു. എന്താണ് ഇതിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രകടന പത്രിക UDF ഇറക്കിയപ്പോൾ അതിൽ പറഞ്ഞതൊരു പ്രൊജക്റ്റാണ് ഇന്ദിരാ ക്യാൻറ്റീൻ. ഇപ്പോൾ UDFിൻ്റെ ഭരണസമിതി പറഞ്ഞാൽ ആ ഇന്ദിരാ ക്യാൻറ്റീൻ പൂർത്തീകരിക്കണം, നടത്തണം എന്നുള്ളത് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ആദ്യ പദ്ധതി പ്രഖ്യാപിച്ചപ്പോൾ 50 ദിവസത്തെ പ്രഖ്യാപിച്ചപ്പോൾ അതിൽ 3ാമത്തെ പ്രൊജക്റ്റായിട്ട് ഇന്ദിരാ ക്യാൻറ്റീൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. ഏറെ സന്തോഷമാണ് ഇന്നിവിടെ കേവലം 20 ദിവസങ്ങൾ കൊണ്ടാണ് ഇത്തരത്തിലുള്ള പ്രീഫാബ് സ്ട്രക്ചർ ഉപയോഗിച്ച് വളരെ മനോഹരമായ രീതിയിൽ ഇത് പൂർത്തീകരിച്ചിരിക്കുന്നത്. ഇതിൻ്റെ 8 മണി മുതൽ 8 മണി വരെയാണ് ഇതിൻ്റെ പ്രവർത്തനം. തിങ്കളാഴ്ച മുതൽ 8 മണി മുതൽ 8 മണി വരെ ഇവിടെ ഉണ്ടാവും. 50 രൂപ കൊണ്ട് ഒരു ദിവസത്തെ ഭക്ഷണം, 50 രൂപ കൊണ്ട് കൊച്ചിയിലെത്തുന്ന ഒരാൾക്ക് വിശപ്പ് രഹിതമായി കടന്നു പോകാവുന്ന, ജീവിക്കാവുന്ന ഒരു പ്രൊജക്റ്റാണ് ഇന്ദിരാ ക്യാൻറ്റീൻ വിഭാവനം ചെയ്യുന്നത്. സമൃദ്ധിയുണ്ട്, ഇന്ദിരാ ക്യാൻറ്റീൻ ഉണ്ട്. പദ്ധതി ഏതായാലും കൊച്ചിയിലെത്തുന്നവർ പട്ടിണി കിടക്കരുത്. അതെ, എന്നെ സംബന്ധിച്ച് പദ്ധതിയുടെ പേരിലല്ല, ജനങ്ങളിലേക്ക് എത്തിക്കുന്ന സർവീസാണ്. ആ സർവീസ് കൃത്യമായ രീതിയിൽ, കുറ്റമറ്റ രീതിയിൽ നടപ്പാക്കും. ഈ പദ്ധതി ഏതായാലും, കാരണം കഴിഞ്ഞ കോർപ്പറേഷന്റെ കാലത്ത് ഉദ്ഘാടനം ചെയ്ത ആ പദ്ധതിയുണ്ട്, സമൃദ്ധി ഉണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്ന ഇപ്പോൾ ഈ ഇന്ദിരാ ക്യാൻറ്റീൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഏതായാലും പദ്ധതി എന്തായാലും അതിൽ കൊച്ചിയിലേക്ക് എത്തുന്നവർ വിശക്കരുത്, കൃത്യമായി അവർക്ക് ഭക്ഷണം കഴിച്ചു പോകാനുള്ള ഒരു സാഹചര്യം എല്ലാം ഉണ്ടാകണമെന്ന് പറയുന്നു. ഒരു വിജയകുമാർ കൗൺസിലർ കൂടിയാണ്. പദ്ധതി ചുരുങ്ങിയ ദിവസം കൊണ്ട് യാഥാർത്ഥ്യമായിരിക്കുന്നു. ഏകദേശം ഒരു 20 ദിവസം കൊണ്ടാണ് ഈ പരിപാടി പൂർത്തീകരിച്ചിട്ടുള്ളത്. അതിന് മേയറും ഡെപ്യൂട്ടി മേയറും കോർപ്പറേഷൻ്റെ ഭരണസമിതിയും ഒന്നടങ്കമാണ് ഈ സാധനം ഇലക്ഷന് മുൻപായിട്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നടത്തിയത്. ഏതായാലും 10 രൂപയ്ക്ക് ഇഡ്ഡലി, അതോടൊപ്പം തന്നെ
30 രൂപയ്ക്ക് ഊണ്, രാത്രി 10 രൂപയ്ക്ക് ചപ്പാത്തിയും കറിയും എന്നതെല്ലാമാണ് അവർ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. സമൃദ്ധി എന്ന സെൻട്രൽ കിച്ചനെ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ രീതിയിലേക്ക് ഇത് ഇപ്പോൾ പദ്ധതി നിർവഹിച്ചിരിക്കുന്നത്. സമൃദ്ധിയിൽ നിന്നുള്ള ഭക്ഷണം, അതായത് സമൃദ്ധി നമുക്കറിയാം, സമൃദ്ധിയാണ് ആദ്യഘട്ടത്തിൽ ഇതിൽ കഴിഞ്ഞ കോർപ്പറേഷൻ്റെ കാലത്ത് സമൃദ്ധിയിൽ നിന്ന് വളരെ പ്രശംസ പിടിച്ചുപറ്റിയ രീതിയിൽ തന്നെ വൃത്തിയുള്ള ഭക്ഷണം രുചികരമായിട്ട് അതെല്ലാം എത്തിച്ചത്. വലിയ രീതിയിൽ സമൃദ്ധി കയ്യടി നേടുകയും ചെയ്തു. അതിൻ്റെ ആ സെൻട്രൽ കിച്ചൺ തന്നെയാണ് ഇവിടെയും വരുന്നത്. അവിടെ നിന്നുള്ള ഭക്ഷണമാണ് ഇവിടേക്ക് പാകം ചെയ്ത് എത്തിക്കുന്നത്. ഇവിടേക്ക് എത്തുന്നു. ആദ്യഘട്ടത്തിൽ പ്രഭാത ഭക്ഷണവും ഉച്ചഭക്ഷണവും അതോടൊപ്പം തന്നെ അത്താഴവും നൽകുന്നു എന്നതാണ്. 50 രൂപയ്ക്ക് 30 രൂപയുടെ ഊണ്, രാവിലെ 10 രൂപയ്ക്ക് ഇഡ്ഡലി, വൈകിട്ട് 10 രൂപയ്ക്ക് അത്താഴം എന്ന് ആ രീതിയിലാണ് ഇത് വിഭാവനം ചെയ്തിരിക്കുന്നത്. CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഇത് നടത്തിക്കൊണ്ട് പോകുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ കൊച്ചി കോർപ്പറേഷൻ്റെ മറ്റ് സോണുകളിലേക്ക് കൂടി ഇത് വ്യാപിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പ് കൂടിയാണ് നിലവിലെ ഭരണസമിതി മുന്നോട്ട് വയ്ക്കുന്നത്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷാംലാലിനൊപ്പം ജാനിപ്പോൾ ന്യൂസ് 18. LPG ക്ഷാമം രൂക്ഷമായതോടെ നാട്ടിലെങ്ങും വിറകിന് ഡിമാൻഡ് കൂടുകയാണ്. മുമ്പത്തേതിലും ഇരട്ടി ആവശ്യക്കാരാണ് വിറക് അന്വേഷിച്ച് വിളിക്കുന്നതെന്ന് ഈ മേഖലയിലുള്ളവർ പറയുന്നു. നിലവിൽ വില വർദ്ധിപ്പിക്കാൻ ആലോചിച്ചിട്ടില്ലെന്നും സാഹചര്യമനുസരിച്ച് തീരുമാനിക്കുമെന്നും മലപ്പുറത്ത് വിറക് കച്ചവട മേഖലയിലുള്ളവർ വ്യക്തമാക്കി. പാചകവാതക ക്ഷാമം ഏറ്റവും കൂടുതൽ ഡിമാൻഡ് കൂട്ടിയ ഒരു മേഖലയാണ് വിറക് കച്ചവടം. സാധാരണയിൽ കവിഞ്ഞുള്ള ഓർഡറുകളാണ് ഇപ്പോൾ വിറക് വിൽക്കുന്ന ഇടങ്ങളിലേക്കൊക്കെ എത്തുന്നത്. നമ്മൾ നിൽക്കുന്നത് മലപ്പുറം കോണമ്പാറയിലാണ്. ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട വിറക് വിൽപ്പന കേന്ദ്രത്തിലാണ് നമ്മളുള്ളത്. നമ്മോടൊപ്പം സുബൈർ മുൻസാഫും ചേരുന്നുണ്ട്. ഇവരാണ് ഇത് നടത്തുന്നത്. എങ്ങനെയുണ്ട് ഇപ്പോൾ ഈ പാചകവാതക ക്ഷാമം തുടങ്ങിയതിന് ശേഷം നിങ്ങൾക്ക് ഓർഡർ കൂടുതലായിട്ട് വരുന്നുണ്ടോ? ഓർഡർ കൂടുതലായി വരുന്നുണ്ട്. നോമ്പായിട്ട് ഇപ്പോൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം കുറേ ഓർഡർ എടുക്കാനുണ്ട്. ഈ സാധാരണത്തേക്കാൾ എത്ര വിളിയധികം വരുന്നുണ്ട്? എത്ര ഓർഡർ വരുന്നുണ്ട് അധികം? ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നതിന് ശേഷം അത് നമുക്ക് ആദ്യ ട്രിപ്പ് ഉണ്ടായിരിക്കും തന്നെ. പിന്നെ ഫോൺ ഇങ്ങനെ വന്നുകൊണ്ടിപ്പോൾ ഡബിൾ വരുന്നുണ്ടോ? ഡബിൾ വരുന്നുണ്ട്. ഡബിൾ വരുന്നു. മുമ്പത്തേക്ക് ഡബിൾ വരുന്നുണ്ട്. എന്തൊക്കെ വിറക് നമ്മളിവിടെ കൊടുക്കുന്നത്? വിറക് മൂച്ചി, പ്ലാവ്, പിന്നെ മാക്കണി ഐറ്റംസ് ഒക്കെ ആയിട്ട്, പിന്നെ റബ്ബറായിട്ട് ഉണ്ട്. ഇപ്പം എങ്ങനെയാണ് നിങ്ങൾ ഈടാക്കണ വില? എത്രയാണ് വില? ഇപ്പം നമ്മൾ ഒരു വണ്ടി അളവിലാണ്. എങ്ങനെ ഏത് വണ്ടിയിൽ? ചെറിയ വണ്ടിയിലാണ്? ചെറിയ വണ്ടി. ഇപ്പോൾ അതിലെത്ര വേണം? അത് 2500. നമ്മളപ്പോൾ ഒരു 3 കിലോമീറ്റർ, നമ്മൾ സൈറ്റിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ 4 കിലോമീറ്റർ അതിൻ്റെ അടുത്തൊക്കെ ആണെങ്കിൽ നമ്മൾ 2500 ഇറക്കി കൊടുക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കുറച്ച് ദൂരമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. എല്ലാ വിറകിനും ഒരേ വിലയാണോ? അല്ല, റബ്ബറിന് കൂടും. അതിനെത്ര വരിക? അത് 3 റുപ്യ 3 റുപ്യ ആ റേഞ്ചിൽ വരും. മറ്റേക്ക് 2500 ആ റേഞ്ച്. ഇതിപ്പോൾ ഈ ഗ്യാസിൻ്റെ ഷോർട്ടേജ് വന്നതിന് ശേഷം വില കൂടിയിട്ടുണ്ടോ? വില കൂടിയിട്ടില്ല. ഒരു സാധനം നമ്മളിപ്പോൾ വിറക് കിട്ടാനില്ല. കൊത്താനും വേണ്ടി വിറക് കിട്ടാനില്ല ഇപ്പോൾ. എല്ലായിടത്തും വിളി വരുന്നതുകൊണ്ട് ധാരാളമായിട്ട് പോകുന്നുണ്ടാവില്ലേ? ആ, ധാരാളം. വീടുകളിൽ നിന്നൊക്കെ വിളി വരുന്നുണ്ടോ? ആ, വീടുകളിൽ മുമ്പ് അത്ര വന്നിരുന്നില്ല അല്ലേ? കമ്മിയായിരുന്നു. എന്നാലും ഇപ്പോൾ കൂടിയിരിക്കണം. വീടുകൾക്ക് ഏത് വിറകാണ് കൊടുക്കുന്നത്? വീടുകൾക്ക് അടുപ്പൊക്കെ പറ്റിയ ചെറിയ വിറകുണ്ട്. അടുപ്പൊക്കെ മാത്രമായിട്ടൊക്കെ ഉണ്ട്. അവിടെ ഉണ്ട്. അത് അടുപ്പിൽ കൂട്ടാൻ അടുപ്പൊക്കെ പറ്റിയത്. പിന്നെ നമ്മളെ പരിപാടിക്ക്, ഈ ഹോട്ടലിക്ക്, കാറ്ററിംഗ് സർവീസിനൊക്കെ വലിയ അടുപ്പുകൾ, വലിയ കൊള്ളികൾ. അതിനൊക്കെ ഒരേ വില തന്നെ? വില. പിന്നെ റബ്ബറിനൊക്കെയാണ് വില വ്യത്യാസം. റബ്ബർ എന്താ കൂടാൻ കാരണം? വില കൂടാൻ പെട്ടെന്ന് കത്തണോണ്ടാണ്. അത് പച്ചയാണെങ്കിൽ പച്ചയും കത്തും, അങ്ങനെ കത്തും. ഇനിയിപ്പോൾ ഈ പെരുന്നാളൊക്കെ ആയിട്ട് വരുമ്പോൾ എങ്ങനെ മുൻകൂട്ടി ആൾക്കാർ ഇപ്പോൾ ഓർഡർ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടോ? ഉണ്ടാവും. കാറ്ററിങ്ങിനൊക്കെ ആയിട്ട് ഫുള്ള് ഓർഡറാണ്. ഇപ്പോൾ അടുത്ത ഏപ്രിലൊക്കെ കാണുമ്പോൾ കല്യാണം ഉണ്ട്, ഒക്കെ ഫുള്ള് ഓർഡർ ചെയ്ത് കിട്ടും. കഴിഞ്ഞ ദിവസം കാറ്ററിംഗുകാരെ കണ്ടപ്പോഴേ അവർ പറഞ്ഞത് ഈ പെരുന്നാളാകുമ്പോൾ ഞാൻ എങ്ങനെ ബിരിയാണി വയ്ക്കും, ഗ്യാസ് കിട്ടാത്തതുകൊണ്ടേ ഭയങ്കര ടൈറ്റാണ്. അപ്പോൾ അതൊക്കെ മുൻകൂട്ടി ആൾക്കാർ പറയാൻ തുടങ്ങിയോ വിറക് വേണമെന്ന്? മുൻകൂട്ടി തന്നെ ഇപ്പം തന്നെ കോളുകൾ വരുന്നുണ്ട്. പല ഇങ്ങനെ ബുക്ക് ചെയ്ത് 28-ാം തീയതി പരിപാടി ഉണ്ട്, ഇത് വാണ്ട് എത്തിച്ചോണ്ടാകുന്ന ഒരു കൊട്ട വണ്ടി, അങ്ങനെ 2 വണ്ടിയൊക്കെ പറഞ്ഞുകൊണ്ട് പോകും. നിങ്ങൾക്ക് മലപ്പുറത്തിന്റെ എല്ലായിടത്തും വിറക് വരുന്നുണ്ടോ? നമുക്ക് മലപ്പുറത്തിന് ഇവിടെ തന്നെയാണ് എടുത്തുനിന്നൊക്കെ വിറകുണ്ട്. ഇനിയിപ്പോൾ വില കൂടുമോ എന്നുള്ളതാണ് അറിയണ്ടല്ലേ? വില കൂട്ടേണ്ടി വരുമോ? കൂട്ടേണ്ടി വരും. ഇങ്ങനെ സാധനം കിട്ടാനില്ല. ഡിമാൻഡ് കൂടുകയാണ്. എന്തായാലും ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലൊന്നും വല്ലാതെ കൂടില്ലെന്ന് വിചാരിക്കല്ലേ? എന്തായാലും നോമ്പൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ആലോചിക്കാം. ഇത് എല്ലായിടത്തും ഒരേ വില തന്നെയാവൂലേ? വ്യത്യാസം. എങ്ങനെയൊക്കെയാ വ്യത്യാസം വരിക? അത് ചില ആപ്പ് വണ്ടികൾക്ക്
വലിപ്പമുള്ളത് അനുസരിച്ച് വില പോകും. വണ്ടിക്ക് അനുസരിച്ച് എത്ര വ്യത്യാസം എങ്ങനെയാകും? ഇപ്പം നമ്മളെടുത്ത് നമ്മൾ സാധാരണ വേറെ ഓരോ വണ്ടികൾ ചകിരിയും ചിരട്ടയൊക്കെ ഉണ്ട് അതിനൊക്കെ എങ്ങനെയാ വില വരുന്നത്? അതൊക്കെ വണ്ടികളെ തന്നെ. അതന്നെ എത്ര വരിക? 800 റുപ്യ ശരി. ചകിരിക്കാണ്. ചേട്ട പിന്നെ തൂക്കം അത് എത്ര കിലോ? കിലോന് 30, 32 പല റേറ്റിൽ ഇങ്ങനെ ദിവസം കൂടി കൂടി വരും, ചിലപ്പോൾ കുറയും. അപ്പോൾ വില കൂടുതലുണ്ടോ? കൂടി വരുന്നുണ്ടോ? കൂടി വരുന്നുണ്ട്. എത്ര കൂടിയാണ് ഇപ്പോൾ? ചേട്ടക്ക് 34 റുപ്യൊക്കെയാണ് കിലോന്. എത്രയായിരുന്നു ആദ്യം? 28, 29, 34 കൂടും. എന്താണെങ്കിലും ഈ ഗ്യാസിന്റെ ഷോർട്ടേജ് ഒരു തരത്തിൽ നിങ്ങൾക്ക് കച്ചവടം കൂടുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇതേ അവസ്ഥ തുടർന്ന് എന്താവെന്ന് പറയാൻ പറ്റില്ലല്ലേ? അതെ, അതാണ് ഇതിൻ്റെ ഇവരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ ഗ്യാസിൻ്റെ ഒരു പാചകവാതക ക്ഷാമം ശരിക്ക് ഒരു തരത്തിൽ ഇവർക്ക് ഗുണമാണ്. പക്ഷേ ആളുകളെ സംബന്ധിച്ച് ഇനി വിറകും അതിൻ്റെ വിലയും കൂടി കൂടുന്ന ഒരു സാഹചര്യം ഏറെ വൈകാതെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പോഴൊക്കെ വില കൂട്ടിയിട്ടില്ല, പക്ഷേ ഇനിയും ഇതേപോലെ ഡിമാൻഡ് കൂടുകയും അതേപോലെ ഈ വിറകിന് കിട്ടാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിറകിൻ്റെ വിലയും കൂടിയേക്കും എന്നൊരു കാര്യമാണ് ഈ രംഗത്തുള്ളവർ പങ്കുവയ്ക്കുന്നത്. അഖിലോട്ട് പറയൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പാചകവാതക ക്ഷാമത്തിൽ വിവിധയിടങ്ങളിൽ പ്രതിഷേധം. മഹിളാ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് അടുപ്പ് കൂട്ടി സമരം നടത്തി സിലിണ്ടറിൽ റീത്ത് വെച്ചാണ് പ്രതിഷേധിച്ചത്. പാചകവാതക ക്ഷാമം കൂടിയതോടെ വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചുവെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. എങ്കിലും താൽക്കാലിക നിയന്ത്രണം ഉണ്ടാവില്ല. ഈ വർഷത്തെ ഏറ്റവും ഉയർന്ന വൈദ്യുതി ഉപഭോഗം ഉണ്ടായത് കഴിഞ്ഞ ദിവസമാണ്. പുറത്തുനിന്ന് വൈദ്യുതി കൊണ്ടുവരേണ്ട സാഹചര്യമില്ല, എങ്കിലും ഉപഭോക്താക്കൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി പറഞ്ഞു. തൽക്കാല നിയന്ത്രണത്തിൻ്റെ ആവശ്യമില്ല. പീക്ക് ഡിമാൻഡ് 5384 മെഗാവാട്ടിലെത്തി. ഇന്നലെ വളരെ കൂടി. നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് ആശങ്കപ്പെടേണ്ടതില്ല. 600 മെഗാവാട്ട് വരെ പീക്ക് ഡിമാൻഡ് വന്നാലും പവർ കട്ടോ ലോഡ് ഷെഡിങ്ങോ ഇല്ലാതെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ മുൻകരുതലുകളും ഇതിനോടകം തന്നെ എടുത്തിട്ടുണ്ട്. ഒരുപാട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. പക്ഷേ ഗ്യാസിൻ്റെ കുറവ് കൊണ്ട് ആളുകൾ അതിൽ പോകുമ്പോൾ നമ്മളതിന് പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. എന്നാലും കഴിയുന്നത്ര നിയന്ത്രിച്ചാൽ ആവശ്യമില്ലാത്ത സമയത്ത് ബൾബിട്ടിട്ട് പോകുന്ന ഒരു ഏർപ്പാടുണ്ടല്ലോ, ഫാനിട്ടിട്ട് പോകുന്നത്, അതൊക്കെ ഒന്ന് ഒഴിവാക്കണമെന്നാണ് എനിക്ക് ചുരുക്കം. അവർക്ക് നല്ലതാണല്ലോ, ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാകുമല്ലോ. വിമാന ടിക്കറ്റ് നിരക്ക് കൂട്ടി ഇൻഡിഗോ. ഊർജ്ജ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിലാണ് പുതിയ നിരക്കുകൾ. 425 മുതൽ 2300 രൂപ വരെയാണ് വർധനവ്. എയർ ഇന്ത്യക്ക് പിന്നാലെയാണ് ഇൻഡിഗോയും ഇന്ധന സർചാർജ് പ്രഖ്യാപിച്ചത്. ഇന്ന് പുലർച്ചെ മുതൽ നിരക്ക് വർധന നിലവിൽ വന്നു. ഏവിയേഷൻ ഇന്ധന വിലയിലുണ്ടായ വർധനവാണ് ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നയിച്ചത്. സീറ്റിനായി കോൺഗ്രസ് നേതൃത്വത്തിന് മുമ്പിൽ സമ്മർദ്ദവുമായി VS ശിവകുമാർ. തിരുവനന്തപുരം സീറ്റ് ലഭിക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ശിവകുമാർ. അരുവിക്കര CMPക്ക് നൽകണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെക്കുന്നു. ശിവകുമാറിനെ പാറശാലയിൽ പരിഗണിക്കാമെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. തിരുവനന്തപുരം കിട്ടിയില്ലെങ്കിൽ കടുത്ത തീരുമാനമുണ്ടാകുമെന്ന് ശിവകുമാർ നേതൃത്വത്തെ അറിയിച്ചു. കണ്ണൂരിലെ കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി. സുധാകരൻ കണ്ണൂരിന്റെ മാത്രമല്ല കേരളത്തിന്റെ തന്നെ കരുത്തുറ്റ നേതാവാണ്. പിന്തുണയ്ക്കുന്നവരുടെ വികാരം മാത്രമല്ല നോക്കേണ്ടത്, പാർട്ടി തീരുമാനമാണ് പ്രധാനമെന്നും ദീപാദാസ് മുൻഷി പറഞ്ഞു. High-Command is not giving any decision yet because he's not only MP but he is a working committee member also. So the party will take a decision. Any High-Command did called Sudhakaran? No discussion has done yet. Now we are just finding out in the CEC all the seats and the candidate selection is going on. The discussion will be taken by the High Command only and it will be coming soon. He is very strong leader. He is our leader. He was earlier KPCC president also. That is why he has been elevated to in the working committee. He is a working committee responsible, strong leader of Kerala, not only Kannur. Why you people are taking only Kannur? He is a MP from Kannur, but he is a strong leader of Kerala. Definitely, he has given his mind. So party will definitely take a decision. KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയപ്പോൾ കെ സുധാകരന് എന്തെങ്കിലും ഉറപ്പു നൽകിയതായി അറിവില്ലെന്ന് VD സതീശൻ. സുധാകരൻ ഉറപ്പ് നൽകാൻ മാത്രം വലിയ നേതാവല്ല താൻ.
MP-മാരുടെ കാര്യത്തിൽ ഹൈക്കമാൻഡ് തീരുമാനമെടുക്കും. ആരും സ്വയം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കേണ്ട. സ്ഥാനാർത്ഥിയാവാൻ സമ്മർദ്ദം ചുമത്തുക സ്വാഭാവികമെന്നും സതീശൻ പറഞ്ഞു. അതൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനെ ഉറപ്പ് കൊടുക്കാൻ, അദ്ദേഹത്തിന് ഉറപ്പ് കൊടുക്കാൻ പറ്റിയ അത്ര വലിയ നേതാവല്ലല്ലേ ഞാൻ എന്തായാലും എനിക്കറിയില്ല. എന്നെ സംബന്ധിച്ചൊന്നും എനിക്കറിയില്ല. അതൊന്നും അവരൊരു തീരുമാനിക്കുന്നതല്ലല്ലോ. മത്സരിക്കുന്ന കാര്യങ്ങൾ പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഞാൻ മത്സരിക്കുന്ന കാര്യം പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. പാർട്ടി തീരുമാനിക്കുക, ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണ്. ഹൈക്കമാൻഡ് തീരുമാനിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് എന്താ പ്രശ്നം? ഹൈക്കമാൻഡാണ്, കോൺഗ്രസ് നേതൃത്വമാണ്. കാരണം MP-മാരെന്ന് പറയുന്നത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നവരാണ്, പാർലമെന്റിൽ പ്രവർത്തിക്കുന്നവരാണ്. അവരെ ഇങ്ങോട്ട് മത്സരിക്കാൻ അയക്കണമെന്ന് തീരുമാനിക്കുന്നത് AICCയുടെ ദേശീയ നേതൃത്വമാണ്. ഞങ്ങളാണെങ്കിൽ ഞങ്ങൾ എപ്പോഴും ഒരു തീരുമാനം എടുത്ത് പറഞ്ഞേനെ. ഞങ്ങൾക്ക് അതിനുള്ള അധികാരമില്ല, ഞങ്ങളുടെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന കാര്യമല്ല. AICC നേതൃത്വം തീരുമാനിക്കേണ്ട കാര്യം. എല്ലാ ദിവസവും ഇത് തന്നെ ചോദിക്കുക. ഇടവേള. കളിക്കളം റെഡി. കേരളം എന്ന വലിയ കോട്ടിൽ ഇനി പോരാട്ടം മുറുകുന്നു. 140 മണ്ഡലങ്ങളുടെ ഭാവി നിർണയിക്കുന്ന പോരാട്ടം. നെറ്റിന് അപ്പുറവും ഇപ്പുറവും അതികായന്മാർ. കേരളം വിധിയെഴുതുന്ന മഹാപോരാട്ടം. തെരഞ്ഞെടുപ്പ് വാർത്തകളുടെ വേഗമേറിയ കളം. കാണുക ദ ഇലക്ഷൻ ചാനൽ. വാർത്തകൾ നമ്മളെ തേടി വരും. വേഗവും സമയവും ചിലപ്പോൾ വ്യത്യാസപ്പെട്ടേക്കാം. ഫ്ലാഷ് ന്യൂസുകളും ബ്രേക്കിംഗ് ന്യൂസുകളും പുറം കാഴ്ചകളായി ഓടിമറയും. കാഴ്ചകൾ വിശാലമായിരിക്കണം. ഒരു വശം മാത്രമല്ല, എല്ലാ വശവും നമ്മളിലേക്ക് എത്തണം. T20 ക്രിക്കറ്റ് ലോകകപ്പ് സ്വന്തമാക്കിയ ഇന്ത്യൻ ടീമിനും ICC ചെയർമാൻ ജയ് ഷായ്ക്കും CNBC TV18 ആദരം അർപ്പിക്കുകയാണ്. തത്സമയ സംപ്രേഷണമാണ് കാണുന്നത്. മുംബൈയിൽ ഇന്ത്യൻ ബിസിനസ് ലീഡേഴ്സ് അവാർഡ് ചടങ്ങിലാണ് ഈ ആദരം. മുംബൈയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ. Jay Shah has helped shape a new chapter for world cricket, one driven by growth, opportunity and inclusion. Championing historic steps like gender parity in fees, in prize money and facilities, expanding the global stage for women's cricket. हमने बहुत सारे डिसीजन लिए और बहुत सारे मुकाम भी पाए, जिसमें हमने डोमेस्टिक स्ट्रक्चर को स्ट्रेंथन किया, हमने पे पैरिटी किया, हमने WPL का लॉन्चिंग किया, हमने नेशनल क्रिकेट एकेडमी बनाई जिसमें 20 लाख स्क्वायर फीट कंस्ट्रक्शन है, जिसमें सारी फैसिलिटी है. He strengthened the foundations of the sport across nations. At India Business Leader Awards, we celebrate a leader shaping the future of cricket and a triumph that will be remembered for generations. Ladies and gentlemen, may I please request our Honourable Commerce Minister, Mr. Piyush Goyal, to please join us up on stage and do the honours, sir. Thank you very much for joining us here at the India Business Leader Awards. Ladies and gentlemen, a huge round of applause for Mr. Jay Shah. Mr. Shah, please, the podium is all yours, sir.
Good evening. Thank you, Piyush ji. Thank you, CNBC 18, for this honor and respect. And I would like to dedicate this award to all the athletes, especially women athletes who are working hard on the field. सबसे पहले सूर्या, गौती भाई और सारे टीम इंडिया के प्लेयर, मैं आप सबको बहुत बहुत बधाई देना चाहता हूं। मैं टीम इंडिया के साथ साथ साउथ अफ्रीकन टीम और इंग्लैंड टीम जो नॉकआउट के पहले एक भी गेम नहीं हारी है, उनको भी बधाई देना चाहता हूं। एंड फाइनली फाइनलिस्ट न्यूजीलैंड क्रिकेट टीम, the way they perform, the way they work hard on the field, congratulations to them as well. वैसे तो मैं सार्वजनिक मंच में ज़्यादा जाता नहीं हूँ, लेकिन राहुल भाई हर बार मेरे को कुछ ना कुछ कारण से बुला लेते हैं। 2019 जब मैंने बीसीसीआई ज्वाइन किया और 2019 से 2026 ये 7 साल में टीम इंडिया ने 2 अंडर-19 मेंस वर्ल्ड कप, 2 अंडर-19 विमेंस वर्ल्ड कप, 2 बार रनर्स अप WTC फाइनल में, 1 बार रनर्स अप ODI में, 2 बार कंसेक्यूटिव T20 में चैंपियनशिप और 2025 में चैंपियंस ट्रॉफी। ये बहुत बड़ी चीज है, आप सबको बहुत बहुत बधाई उसके लिए। और मेरे को याद है क्योंकि मैं क्रिकेट को 1998 से फॉलो करता हूं और एज ए एडमिनिस्ट्रेटर 2009 से मैं क्रिकेट संभाल रहा हूं। जैसे एक टाइम पे ऑस्ट्रेलिया का टाइम था कि ऑस्ट्रेलिया मतलब जीत, ऐसे टीम इंडिया मतलब जीत, ऐसा आज हो गया है। अब मैं इंटरनेशनल क्रिकेट काउंसिल की बात करना चाहूंगा। ये आईसीसी का वर्ल्ड कप इतना इंपॉर्टेंट था क्योंकि बहुत लोग आईसीसी का वर्ल्ड कप चालू करने से पहले चर्चा कर रहे थे ये टीम खेलेगी कि नहीं खेलेगी, वर्ल्ड कप कैसे होगा। लेकिन ऐसे आईसीसी का अध्यक्ष मैं आपको बताना चाहता हूं कि ऑर्गेनाइजेशन से बड़ी कोई चीज नहीं होती है, कोई एक टीम से ऑर्गेनाइजेशन नहीं बनती है, सारी टीम मिला के ऑर्गेनाइजेशन बनती है। और आप सब जानते हो कि व्यूअरशिप में भी इस बार वर्ल्ड कप ने सारे रिकॉर्ड तोड़ दिए। फर्स्ट टाइम इन हिस्ट्री वी गॉट 7.2 मिलियन कॉन्करेंट व्यूज और नॉर्मल व्यूअरशिप तो सारे रिकॉर्ड तोड़ दिए। इसलिए ये वर्ल्ड कप बहुत महत्वपूर्ण साबित हुआ। और आप सेटबैक देखेंगे और सरप्राइजिंग, जैसे यूएसए ने पहली गेम में इंडिया को बहुत हार्ड टाइम दिया, नीदरलैंड ने पाकिस्तान को हार्ड टाइम दिया, जिम्बाब्वे ने तो ऑस्ट्रेलिया को हरा ही दिया और नेपाल ने इंग्लैंड को हार्ड टाइम दिया। इसलिए मैं सारे एसोसिएट को भी बहुत शुभकामनाएं देना चाहता हूं कि फुल बोर्ड मेंबर के सामने उन्होंने इतनी लड़ाई लड़ी। मैं फिर से गौतम भाई, सूर्या और ये मंच के माध्यम से सारी टीम को एक संदेश देना चाहता हूं क्योंकि ये मेरे 17वां साल है एडमिनिस्ट्रेटर के नाते। टॉप से बॉटम जाने में महीनों लगते हैं, लेकिन बॉटम से टॉप में जाने में सालों लगते हैं। आपको तो सिर्फ सस्टेन ही करना है, वो बहुत आसान है। इसलिए आप इतनी मेहनत करना, ऐसी तरह से आपको हर साल अवार्ड मिलते जाए। और जब मैं बीसीसीआई में था तब मैंने 2028 के ओलंपिक तक प्लानिंग की थी, लेकिन सूर्या मैं भी चला गया, मैं आईसीसी में आया, मेरी जगह बीसीसीआई में और लोग आए। आप सबको मिलके 2030 की भी तैयारी करनी है, 2032 की भी तैयारी करनी है, 2036 कहाँ आने वाला आपको मालूम है, उसकी भी तैयारी करनी है। फिर से पीयूष जी आपका बहुत बहुत धन्यवाद। CNBC न्यूज 18 आपका भी बहुत बहुत धन्यवाद। जय हिंद, जय भारत, वंदे मातरम। Thank you very much, Mr. Shah, for joining us here. Ladies and gentlemen, a big round of applause. He set the agenda all the way to the 2036 Olympics. Thank you very much, sir, for joining us here this evening. Well, ladies and gentlemen, there is a saying in sport, champions are made in the hours that nobody sees. In the training sessions, the team meetings, and the quiet conversations that rebuild conversation and confidence when it matters the most. The Excellence in Sport Award recognizes the person
and the team that creates those conditions. This year, the Excellence in Sports Award goes to Gautam Gambhir, the head coach of the Indian cricket team. Please join me in welcoming him on stage. Congratulations, Gautam. The mic is all yours. Look, I want to thank TV18. I want to thank the jury. I want to thank Piyush sir as well. And most importantly, I want to thank Jai Bhai for trusting me with this job. Obviously, staying by me during my lows as well. I've seen a lot of lows during my tenure as well. So thank you for trusting me with this job. And last but not the least, I want to thank everyone in that dressing room who made me a successful coach. Jai Hind. Thank you very much, Gautam. Congratulations once again. Ladies and gentlemen, a big round of applause for Gautam Gambhir. Thank you. Thanks so very much, Shireen. The Sports Leader of the Year honors someone who has defined what it means to lead in sport, not just through results, but through the way they play, the way they carry themselves, and the way they inspire others to be even better. The Sports Leader of the Year award goes to Surya Kumar Yadav, captain of the Indian T20 cricket team. 360 degrees with the bat, ladies and gentlemen. Please welcome Surya Kumar Yadav with a huge round of applause. Unflappable with the armband, and 6 days ago a World Cup winning captain in front of his home crowd. There is nobody quite like him in the world of cricket right now. Sky 360 degrees of the field, but let's get a full picture of it too. Over to you, Shireen. Thank you very much. I have to tell, yes, please. I have to tell you that there is a lot of very envious people in this room and those watching us online that I'm getting to do this interview with you, Sky. So congratulations once again. But let me start by asking you, at the start of the World Cup, what was the feeling? What were you telling the team? What was going on in the dressing room, especially on the final day? Obviously, we were very, very happy as we got to know that this event is going to be in India. We were very happy, at the same time nervous as well. If there's no pressure, we are not nervous, there won't be any fun in playing this sport. But as soon as we got to know that it's going to happen in India, everyone was excited, dressing room was happy. Yes, there was pressure, but then I think the dressing room was very, very happy that we're going to play in India. What is the captaincy mantra? What is your leadership style as a captain? You're a 360-degree player, but what is it that you believe is your true mantra for success and strength? I feel irrespective of what happens on the ground or on that field, when you come out of the field, you're just another man or you're just another woman when you're playing that game. So you can't carry, irrespective if you're doing well, not doing well, to your home, to your friends, to your family, just leave it on the ground. All those small things, I think that really matter to me. And that dressing room, I think it's very important to hear everyone out. The freedom of speech, that is very important, that dressing room. We listened to everyone, what they wanted, but yeah, at the end of the day, the goal was same. The goal was the same, but you talked about the freedom of speech and the fact that it's a very democratic culture as far as the dressing room is concerned. But at the end of the day, how do you make sense of all the opinion that comes your way, and how do you decide what decision to take? See, sometimes it's a good headache to have, listening to everyone, because yes, everyone has different ideas, different plans. But we have to be on same page. A goal is one, so everyone moves in a perfect direction. But yeah, there's a lot of fun, banter, good decisions being made. Sometimes people won't be happy as well. But yeah, that's a very happy dressing room. What was your most memorable moment of this World Cup? Lifting that trophy at the Narendra. Outside of that. No, I mean, see, when you're playing this sport, you start such lovely tournament. Outside sport, there are a lot of moments when you see the families happy, as he rightly said, the administrators happy. I mean, seeing everyone happy is a very good thing. But yeah, lifting that trophy together in that lovely stadium, I think that was a happy moment. Mr. Shah has laid out the agenda all the way to 2036 on what needs to be done by the team. What's next? What are you working towards? I think after this, definitely 2028 LA Olympics is definitely on the cards, because that cricket is entering in that event for the first time. It is going to be very special. Yes, we relax for a bit for some time, but then we start our journey to achieve something special in 2028. Olympic gold? Definitely Olympic gold is on the cards, yes. And Olympic
Olympic gold. Sky, thank you very, very much for joining us here this evening. Ladies and gentlemen, a big round of applause for the Indian skipper. And many, many congratulations once again to Surya Kumar Yadav and our entire team. In fact, thank you, Mr. Jay Shah, as well, Mr. Gautam Gambhir, for being with us here. And we'll thank you, Shireen, for taking us through that conversation. Honorable Minister Piyush Goyal, we request you to please join us back here on stage for a very special... CNBC TV18 ഇന്ത്യ 2020 ലോകകപ്പ് വിജയിയായതിൻ്റെ ആഘോഷം വിജയികൾക്കുള്ള അഭിനന്ദനമൊക്കെ സമ്മാനിക്കുകയായിരുന്നു. നമുക്ക് ലൈവ് അറ്റ് 6 പൂർത്തിയാക്കാം. ഇനി പ്രൈം ഡിബേറ്റുമായി മഞ്ജുഷ് ഗോപാൽ ചേരും. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.